السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ സക്കരിയ സലാഹി മക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ അടുത്ത് വാട്സപ്പിലൂടെ ഒരു കൊച്ചു ലേഖനം KNM-കാരനാണെന്ന് തോന്നുന്നു, പേരും അഡ്രസ്സും ഒന്നുമില്ല, വാചകങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഒരു ചെറു ലേഖനം സക്കരിയ മൗലവി അങ്ങേയൊത്ത് സഹതപിക്കുന്നു എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം പല ചവറുകളും സോഷ്യൽ മീഡിയയിലൂടെ വിവരം കെട്ട ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. സാധാരണയായി ഇതൊന്നും ഞാൻ വിശദീകരണം നൽകാറില്ല. കാരണം ഇത്തരം ആളുകൾക്ക് മറുപടി പറയുകയാണെങ്കിൽ ആയുഷ്കാലം മുഴുവനും അതിനെ നീക്കി വെക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഒരു വിശദീകരണം നൽകണം എന്നെനിക്ക് തോന്നാൻ കാരണം, ഈ ലേഖനത്തിൽ ഞാൻ KJവിന് കൊടുത്ത പ്രബന്ധവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ ഈ അടുത്ത് കേട്ട ഒരു ക്ലിപ്പ്, ഹനീഫ് കായക്കൊടി CD ടവർ നടത്തിയ പ്രസംഗത്തിന്റെ ക്ലിപ്പും ഞാൻ കേൾക്കാനിടയായി. അപ്പൊ ഇത് രണ്ടും കൂട്ടി ഒരു ചെറിയ വിശദീകരണം നൽകണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ വാട്സപ്പ് ചെറുലേഖനത്തിലുള്ളത് KJയുവിന് ഞാൻ കൊടുത്ത പ്രബന്ധം ജിദ്ദയിലുള്ള ഇഫ്ലുർ റഹ്മാൻ എന്നാൽ എഴുതി തന്ന പ്രബന്ധമാണ്. അത് ഞാൻ തന്നെ വെളിപ്പെടുത്തി അതിൽ സഹതാപം തോന്നുന്നു. നിങ്ങൾ ഇത്ര നിസ്സഹായാവസ്ഥയിലായത് നിങ്ങളുടെ ഗതികേടാണ്, നിന്ദതയാണ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. വാസ്തവത്തിൽ എന്റെ പ്രബന്ധം ഞാൻ തന്നെ എഴുതിയതാണ്. അതിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ശംസുദ്ദീൻ പാലത്ത്, അബൂബക്കർ സലഫി, ഫൈസൽ മുസ്ലിയാറൊക്കെയാണ്. അമീറിന്റെ വീട്ടിലിരുന്നാണ് KJവിന് കൊടുത്ത പ്രബന്ധം ഞാൻ തയ്യാറാക്കിയത്. ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് എഴുതിയിട്ടുള്ളത്. പിന്നെ എനിക്കൊരാൾ എഴുതി തന്നു എന്ന് പറഞ്ഞത് ഒരു കളവ്. രണ്ടാമത് അയാൾ എഴുതി തന്നതാണ് ഞാൻ കൊടുത്തത് എന്ന് ഞാൻ തന്നെ വെളിപ്പെടുത്തി എന്നത് രണ്ടാമത്തെ കളവ്. എന്താ സംഭവിച്ചെന്ന് വിചാരിച്ചാല്, ഈ അടുത്ത് അയാൾ നടത്തിയ പ്രസംഗത്തിൽ നിങ്ങളുടെ 35 സ്പീച്ചുകൾ കേട്ടിട്ടാണ് സക്കരിയ സലാഹി പ്രബന്ധം തയ്യാറാക്കുന്നത് എന്ന് ഏതോ ഒരാൾ അയാൾക്ക് ഫോൺ ചെയ്തൊരു ക്ലിപ്പ് അയാളുടെ പ്രസംഗത്തിൽ അയാൾ ഇട്ടിരുന്നു. അതിന് ഞാൻ മറുപടിയും കൊടുത്തു. അബ്ദുറഹ്മാൻ സലഫിക്ക് കൊടുത്ത മറുപടി, അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ ജിദ്ദ പ്രസംഗത്തിന് ഇയാൾ കൊടുത്ത മറുപടി മാത്രമേ ഞാനന്ന് കേട്ടിട്ടുള്ളൂ. വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇയാൾ 35 സ്പീച്ചൊക്കെ ഉള്ള CD എനിക്ക് തന്നിട്ടുണ്ട്, MP3. ഞാനൊന്നും കേട്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലല്ല പ്രബന്ധം തയ്യാറാക്കിയത്. അതെല്ലാം ചില ആളുകളുടെ ഊഹം മാത്രമാണ് എന്ന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കാരും എഴുതി തന്നിട്ടില്ല. എന്റെ പ്രബന്ധത്തിൽ പങ്കാളികളായവരെ പേര് ഞാൻ പറഞ്ഞു, അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ശംസുദ്ദീൻ പാലത്ത് എന്റെ പ്രബന്ധത്തിൽ മാത്രമല്ല, ഹനീഫ് കായക്കൊടിയും കൂട്ടരും തയ്യാറാക്കിയ പ്രബന്ധത്തിലും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാളൊരു കമന്റ്, അറബി വായിക്കാൻ അറിയാത്ത ഒരു പാമരൻ ഛർദ്ദിച്ചത് തന്റെ ജിന്നുവാദത്തിന് തെളിവായി സമർപ്പിക്കേണ്ട നിസ്സഹായാവസ്ഥയിലാണല്ലോ സലാഹി നിങ്ങൾ എത്തിയത്, അത് നിങ്ങൾക്ക് വന്ന നിന്ദ്യതയാണ്. നോക്കൂ, നിങ്ങൾ 2 നുണകൾ ആദ്യം പറയാ, എന്നിട്ട് വൈരം തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഇത്തരം കമന്റുകൾ പറഞ്ഞിട്ട് വാട്സപ്പിൽ വിടുക. വാസ്തവത്തിൽ എന്റെ ഗതികേടല്ല, നിങ്ങളുടെ ഗതികേടാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാൻ കൊടുത്ത പ്രബന്ധം, കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്ത പ്രബന്ധം ഇന്നും KJ നേതാക്കളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ആ പ്രബന്ധം കൊടുത്തതിന് ശേഷം എന്നോട് സംസാരിക്കാൻ വേണ്ടി അവർ വിളിച്ചിരുന്നു. AP ഉണ്ട്, TP ഉണ്ട്, ID തങ്ങളുണ്ട്, MM മദനിയുണ്ട്, പിന്നെ ഒരാൾ കൂടി ഇന്നിപ്പോ അതിന് ഓർമ്മല്ല ആരാണെന്ന്. പാലത്താണോ ഉമരിയാണോ എന്ന് ഓർമ്മല്ല. ഏതായാലും ഇരിക്കട്ടെ, TP ആണ് സംസാരിച്ചത്. സക്കരിയാന്റെ പ്രബന്ധം ഞങ്ങൾ വായിച്ചു, മുഴുവൻ വായിച്ചു. വായിച്ചിട്ട് തന്നെയാ പറയുന്നത്, വെറുതെ എന്തെങ്കിലും പറയല്ല. ഈ പറഞ്ഞതിലൊന്നും നമുക്ക് തർക്കല്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇതൊരു പ്രബോധന വിഷയമാക്കരുത് എന്നാണ് സക്കരിയാനോട് പറയാനുള്ളത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് സംഭവിച്ചിട്ടുള്ള കാര്യമാണല്ലോ, ഞാൻ പ്രബോധന വിഷയമാക്കണില്ല. മറുപടി പറയാൻ നിർബന്ധിയായപ്പോ നമ്മൾ പറഞ്ഞാണല്ലോ, മടവൂർ വിഭാഗം കുത്തിപ്പൊക്കിയപ്പോ. അങ്ങനെ സന്തോഷത്തില് പിരിഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ആൾ എഴുതി തന്നതാണെങ്കിൽ അതിൽ KJയുവിന് ഒരു എതിരഭിപ്രായവുമില്ല എന്ന് KJ പറഞ്ഞാൽ അപ്പൊ KJ എത്രമാത്രം അധപ്പതിച്ചു? നിങ്ങൾ പറയുന്ന വിവരം കെട്ട ഈ പാമരൻ ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, എങ്കിൽ അത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് അംഗീകരിച്ച KJവിന്റെ ഗതികേട് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
ഇനി സുഹൃത്തുക്കളെ, എന്റെ പ്രബന്ധത്തിൽ എന്താണ് ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ടുള്ളത് എന്ന് അന്ന് മുതൽ ഇന്ന് വരെ അവർ പറഞ്ഞു തന്നിട്ടില്ല. KJ-യും പറഞ്ഞിട്ടില്ല, കേന്ദ്ര നേതാക്കളും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ, ഇപ്പോ കുബൂരികളുടെ ആശയം വരെ എന്റെ പ്രബന്ധത്തിലുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ഹനീഫാന്റെ പ്രസംഗത്തിന്റെ സൂചന. ശരി, നിങ്ങൾ അതിന് ഗണ്ണിച്ച് പുസ്തകം ഇറക്കൂ. ഞാൻ ഇറക്കിയ പ്രബന്ധം ഞാൻ കുറച്ച് വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുസ്തകമാക്കി ജിന്ന്, സിഹിർ, കണ്ണേറ്, റുഖ്യ ശറയ്യ ഒരു പ്രാമാണിക പഠനം എന്ന പേരിൽ ഞാൻ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 2013 ഏപ്രിലാണ് അതിന്റെ 1ാമത്തെ എഡിഷൻ ഇറങ്ങിയത്. അഹ്ലുസുന്ന ബുക്സാണ് വിതരണം ചെയ്യുന്നത്. ഖത്തർ കന്നഡ വ്യാപാര സെന്ററാണ് പുറത്തിറക്കിയത്. അപ്പോ ആ പുസ്തകം, അതിലെ അനുബന്ധ പാഠങ്ങൾ അടക്കം 232ഓളം പേജുകളുണ്ട്. ആ പ്രബന്ധത്തിലുള്ള അതുപോലെ ആ അനുബന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി ഇറക്കല്ലേ വേണ്ടത്. ആളുകൾ തെറ്റിദ്ധാരണ നീങ്ങട്ടെ. ആയിരക്കണക്കിന് കോപ്പി നമ്മൾ വിതരണം ചെയ്താൽ അത് ആളുകൾക്ക് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, 2 വർഷം കഴിഞ്ഞിട്ടും അതിനൊരു മറുപടി ഇറക്കിയിട്ടില്ല. പിന്നെ വെറുതെ ഇതൊക്കെ പറഞ്ഞു ഇറക്കാണ്. പിന്നെ ഞാൻ എന്റെ പ്രബന്ധത്തിൽ റുഖ്യ ശറഇയ്യയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തിട്ടേയില്ല. റുഖ്യ ശറഇയ്യ എന്ന ഒരു ചികിത്സാ രീതി ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ വിശദമായൊരു ചർച്ച പിന്നീട് ചെയ്യാം എന്നാണ് ഞാൻ എന്റെ പ്രബന്ധത്തിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നടക്കുന്ന റുഖ്യ ശറഇയ്യയുമായി ബന്ധപ്പെട്ട ചർച്ചയൊന്നും അന്ന് യഥാർത്ഥത്തിൽ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. ചികിത്സ ഉണ്ടോ ഇല്ല എന്ന തർക്കത്തിനാണ് അന്ന് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹനീഫ് കായക്കൊടിയും കൂട്ടരും, മനസ്സ് മുസ്ലിയാരും, ശംസുദ്ദീൻ പാലത്തും, മജീദ് സലാഹി എല്ലാവരും കൂടി കൊടുത്തൊരു പ്രബന്ധം. ആ പ്രബന്ധത്തിന്റെ കഥ എന്താ? എന്റെ പ്രബന്ധത്തിന് ഖണ്ഡനമാണ് ആ പ്രബന്ധം. ആ പ്രബന്ധമാണ് KJ അംഗീകരിച്ചെന്നൊക്കെ ഇടക്കാലത്ത് ഒരു പ്രചരിപ്പിച്ചത്. പിന്നെ അവരത് പിൻവലിച്ചോ എന്താ അറിയില്ല. യഥാർത്ഥത്തിൽ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രബന്ധത്തിന് ഖണ്ഡനമല്ല, വേറൊരു പ്രബന്ധം എന്ന് മാത്രം. രണ്ടിലും ശംസുദ്ദീൻ പാലത്ത് പങ്കെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ ഖണ്ഡനാണെങ്കിൽ പങ്കെടുക്കുന്നത്? മാത്രല്ല, എന്റെ പ്രബന്ധം എഴുതിയ ശേഷം എന്നെ വിളിച്ച പോലെ ഇവരെയും വിളിച്ചിരുന്നു. ഇവരെ വിളിച്ച ദിവസം AP അബ്ദുൽ ഖാദർ മൗലവി അവരെ പ്രബന്ധം എന്നൊരു കെട്ടാണ്. 2-3 പുസ്തകങ്ങളാണ്. ഒന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിഹറിന്റെ ഹദീസിനെ എതിർക്കുന്നവർക്കുള്ള മറുപടി, മറ്റൊന്ന് ഉസ്മാൻ ഡോക്ടറെ മനുഷ്യന്റെ മുഖ്യശത്രു എന്ന പുസ്തകം, പിന്നെ വേറെ അറബി ബുക്കും, പിന്നെ കുറച്ച് പേര് മലയാളത്തിൽ എഴുതും. ഇതൊക്കെ പാട് കെട്ടാണ്. AP കെട്ടിട്ട് ഒറ്റ ഏറെണ്ടായിരുന്നു നിലത്തേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സക്കരിയാന്റെ പ്രബന്ധം നിങ്ങളുടെ പ്രബന്ധം ഒന്ന് തന്നെയാണെന്നാ AP പറഞ്ഞത്. ശംസുദ്ദീൻ പാലത്ത് ഈ അടുത്ത ദിവസം കൂടി ഇത് പറഞ്ഞിട്ട് ചിരിക്കണ്ടായി. മനസ്സിലായില്ലേ? അപ്പൊ KJ അതാണ് അംഗീകരിച്ചതെങ്കിൽ എന്നാ അതൊന്ന് പുറത്തുവിടട്ടെ, KJ-ന്റെ പേരിൽ ഇറക്കാലോ. അതിലുള്ള ഒരു പുസ്തകം ഇപ്പോ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുസ്തക അല്ലെ, ഹാലറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം സഹായം ചോദിച്ചാൽ കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരിക്കുന്ന ഒരാളോട് സഹായം ചോദിച്ചതുപോലെയാണ് എന്നാണ് ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഖുറാഫാത്താണ് സാലിമത്തോടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇവർ വിമർശിച്ച ആളാ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്നിട്ട് ഇവർ പ്രബന്ധത്തിന് അനുബന്ധമായി കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതാണ് KJ അംഗീകരിച്ചതെങ്കിൽ അതൊന്നിവിടെ പുറത്തേക്ക് വിടുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. പിന്നെ വേറെ ഞാൻ പറഞ്ഞ ഹനീഫ് കായക്കൊടിയുടെ ക്ലിപ്പ് കേൾക്കാനിടയായി. ആ ക്ലിപ്പിൽ അദ്ദേഹം KNM നേതാക്കൾ പറഞ്ഞത് സത്യമായിരുന്നു എന്നിപ്പോ തെളിഞ്ഞു. നമ്മൾ പ്രമാണങ്ങളെ കൂടെ നിന്നത് കൊണ്ട് ആളുകൾ ഇപ്പൊ KNM-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചതിന് തെളിവെന്നൊക്കെ പറഞ്ഞ് വലിയ ബഡായിയൊക്കെ പറയുന്നുണ്ട്. സംഘടനാ തലത്തിൽ ഇന്ന് KNM-കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടലും പരിഹാസ്യതയും ജാള്യതയും മറച്ചു വെക്കാനുള്ള 100ാം ക്ലാസ് ബഡായി മാത്രമായിട്ട് ഞാനതിനെ കാണുന്നേ ഉള്ളൂ. പക്ഷേ ആ കൂട്ടത്തിൽ CD ടവറിൽ നടന്ന ഒരു സംവാദത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ പ്രബന്ധം കൊടുത്ത ശേഷം 2 കൂട്ടരോടും എന്നോടും അവരോടും പറഞ്ഞൊരു ചർച്ചയുണ്ട് വരണം. എന്നോട് പറഞ്ഞു സഹായത്തിന് വേണമെങ്കിൽ ആരെങ്കിലും 1-2 ആളെ കൂട്ടിക്കോന്ന് പറഞ്ഞു. അപ്പൊ പ്രബന്ധത്തെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ. ഞങ്ങൾ പ്രബന്ധം ആ പ്രബന്ധം ഈ പ്രബന്ധമൊക്കെ നോക്കിപ്പോയി. അപ്പൊ പ്രബന്ധത്തിൽ രണ്ടിലും റുഖ്യ ശറഇയ്യ വിശദമായി ചർച്ച ചെയ്തിട്ടല്ല. ഇവർ റുഖ്യ ശറഇയ്യന്റെ ചില കാര്യങ്ങൾ അടിക്കാൻ പാടില്ല, പിന്നെ യുഖ്റുജദുവല്ലാ എന്നല്ല പറയാൻ പാടില്ല എന്നൊക്കെയുള്ള അൽബാനിയുടെ 1-2 ഉദ്ധരണി ഉണ്ട് എന്നല്ലാതെ അവരും വിശദമായിട്ടൊന്നും ചർച്ച ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ CD ടവറിൽ ചെന്ന് രാവിലെ ചോദിച്ചു, പറപ്പൂര് മുഖേനയൊക്കെ ചോദിച്ചു, എപ്പോഴൊക്കെ പറഞ്ഞെന്താണ് ചർച്ചയാണെന്നാ. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് TP വന്നിട്ട് പറഞ്ഞു, ആദ്യം ഹനീഫ അരമണിക്കൂർ വിഷയം അവതരിപ്പിക്കും, പിന്നെ സക്കീർ വിഷയം അവതരിപ്പിക്കും, പിന്നെ 10 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ്. അപ്പോഴാണ് ഇതൊരു സംവാദമാണ് എന്ന് ഞാൻ അറിയുന്നത്. തന്നെ ജനിച്ച ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്.
പ്രബന്ധങ്ങൾ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണെങ്കിൽ അതും നമ്മളെ KG മെമ്പർമാർക്കിടയിലുള്ള ഒരു ഇൽമിയായ ഒരു ചർച്ച എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതേസമയം ഹനീഫിനോട് നേരത്തെ തന്നെ ഇത് സംവാദമാണെന്നും റുക്യാശറയാണ് വിഷയം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ കയറിയിട്ട് ഇന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഹനീഫ തന്നെ എന്ന് പറഞ്ഞു, സക്കരിയ സലാഹിയോട് നേരത്തെ പറയാത്തത് ശരിയായില്ല എന്ന് ഹനീഫ തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പൻ സംവാദമായിരുന്നു അന്ന് നടന്നത്. സ്വാഭാവികമായും റുക്യ ശറയ്യ വിഷയത്തിൽ ഇവർ കുറെ ചോദ്യങ്ങളും മറ്റൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനതൊന്നും ചർച്ച ചെയ്തിട്ടില്ല, ഞാൻ എന്റെ പ്രബന്ധത്തിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ് ഞാൻ അന്ന് ചെയ്തത്. മാത്രമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വിഷയത്തിൽ ഇൽമിയായ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാനും അനീഫി മാത്രം പഠിച്ചു വന്നാൽ പോരല്ലോ, ഈ ഇരിക്കുന്നൊക്കെ KJന്റെ മെമ്പർമാരാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ ഡേറ്റ് കാണ്, റുക്യ ശറയ്യ വിഷയം എല്ലാവരും പഠിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ഞാൻ പറയണ്ടായി അന്ന്. അപ്പൊ അന്ന് നടന്ന ഒരു സംഗതി, അന്ന് വളരെ രൂക്ഷമായ ശൈലിയിലാണ് ഹനീഫയും മനസ്സും എനിക്ക് മറുപടി പറഞ്ഞത്. അപ്പൊ ആ രൂക്ഷമായ ശൈലിയിൽ സംസാരിച്ചപ്പോ സലാഹി നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ പ്രമാണങ്ങളിൽ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ രൂക്ഷമായി വിമർശിച്ചപ്പോ അബൂബക്കർ സലഫിയും ഫൈസൽ മുസ്ലിയാർ ഇത് കഴിഞ്ഞിട്ട് ഹനീഫാനോട് ചോദിച്ചത്ര ഒരു കുബൂരിയെ കൈകാര്യം ചെയ്യുന്ന പോലെയാണല്ലോ നിങ്ങൾ സക്കരിയ സലാഹിയെ കൈകാര്യം ചെയ്തത്. എന്നിട്ട് ഇന്ന് അതിനെ ന്യായീകരിക്കാണ് ഹനീഫ. ഒരു കുബൂരി മുസ്ലിയാർക്ക് പറ്റുന്ന അതേ പിഴവാണ് ഈ പ്രബന്ധത്തിൽ സക്കരിയ സലാഹിക്കും പറ്റിയിട്ടുള്ളത്, കുബൂരി മുസ്ലിയാർ പറയുന്ന അതേ പിഴവാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് മറുപടി കൊടുത്തു ഹനീഫ് കായക്കൊടി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ നിങ്ങൾ എന്ത് പിഴവാണ് എനിക്ക് സംഭവിച്ച എന്റെ പ്രബന്ധത്തിൽ, കുബൂരികൾ എന്ത് ആശയമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒന്ന് വ്യക്തമായി കേരളത്തോട് പറയൂ. ഒരു പുസ്തകം നിങ്ങൾ ഇറക്കുക എന്റെ പുസ്തകത്തെ ഖണ്ഡിച്ചുകൊണ്ട്, അതല്ലേ വേണ്ടത്. അതല്ലാതെ എന്നെ ചീത്ത പറയുന്ന ഇഫ്തുർ റഹ്മാന്റെ പ്രസംഗം ഫോർവേഡ് ചെയ്തിട്ട് എന്നോടുള്ള വൈരനിര്യാതനം അല്ലല്ലോ നിങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ഇദ്ദേഹം ചർച്ചയാക്കുന്നത്? സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്നല്ലാതെ വേറെന്താ എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്? അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞാനിപ്പോ എവിടെ എത്തി, ഞാൻ എന്തായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. ഞാൻ എല്ലാ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. കുറെ വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ച, എത്രയോ കാലം മുമ്പ് ആഗ്രഹിച്ചതാണ് മക്കയിലുള്ള ദാറുൽ ഹദീസിൽ പഠിക്കണം എന്ന്. അൽഹംദുലില്ലാ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്റെ കാര്യത്തിൽ. ഇവർ പറയുന്നത് KJUവിനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ നിന്യതയാണ്, ഇപ്പൊ ആരും അറിയാതായിപ്പോയി, എവിടെയോ ആയിപ്പോയി എന്നൊക്കെയാണ്. അപ്പോ KJUവിനെ പിന്നോട്ട് വലിക്കാൻ, കേനം പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചാൽ ഇത്ര ഉന്നത സ്ഥലത്ത് നല്ല ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ അവസരം കിട്ടുമോ? അതാണ് ഇപ്പൊ നിന്യത എന്ന് പറയുന്നത്. എന്ത് വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ആളുകൾ എഴുതി വിടുന്നത്, ആലോചിക്കുങ്ങള്. പിന്നെ ഹനീഫ് കായക്കൊടി പറയുന്നുണ്ട് ഇപ്പൊ സക്കരിയ സലാഹിനെ പിന്തുണച്ചിരുന്നത് ജിദ്ദയില മന്ത്രവാദിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞു. സക്കരിയ സലാഹി കൂട്ടുപിടിച്ചവർ ഇപ്പൊ എവിടെ എത്തി? സക്കരിയ സലാഹിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നിടത്ത് എത്തിയില്ലേ? ഇപ്പൊ സക്കരിയ സലാഹിയുടെ കൂടെ ആരാണുള്ളത്? ചെറുപ്പക്കാർ മൊത്തം സലാഹിയോടൊപ്പം നിന്നൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്ന് ഒന്നോ രണ്ടോ മനോരോഗികൾ മാത്രം ഈ വാദം പറഞ്ഞു നടക്കുന്നിടത്തെത്തി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഹനീഫ് കായക്കൊടി സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഇത്തരം നാടകങ്ങളൊക്കെ വളരെ പുച്ഛത്തോടുകൂടി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? എന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ വിഷയം പെടല്ല. നമ്മൾ പറഞ്ഞ വിഷയം, കേരളത്തിൽ ഒരുപാട് ആളുകൾ ശിർക്കിലേക്ക് പോയി, തൗഹീദിന് വേണ്ടി പ്രസംഗിക്കുകയും വാദപ്രതിവാദം നടത്തുകയൊക്കെ ചെയ്ത ആളുകൾ ശിർക്കിലേക്ക് പോയി എന്നാണ് 1 നൂറ്റാണ്ട് പ്രബോധനം നടത്തിയ ഒരു സംഘടന പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. 1 നൂറ്റാണ്ട് തൗഹീദ് പ്രബോധനം ചെയ്തിട്ട് അതിനുകൊണ്ട് ഉണ്ടായത് എന്താ? ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ കുറെ ആള് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറി. എന്ത് അഭിമാനമുള്ള കാര്യമാണത് അല്ലേ? ആദർശത്തിന്റെയും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒക്കെ മെച്ചം പൊതുജനം അറിയല്ലേ? ഇതല്ലടോ നിങ്ങൾ KJയും KNM ഉപയോഗിച്ച് നടത്തിയ കള്ളപ്രചരണത്തിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലേ? എന്നിട്ട് അതിനെക്കുറിച്ച് പറയാണ് എന്ത്, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ നാടിനെ മാറ്റിയെടുത്തു, നമ്മൾ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ വജു മാത്രം ഉദ്ദേശിച്ചായിരുന്നു, അള്ളാഹ് നമുക്ക് വിജയം നൽകിയെന്നൊക്കെ. ഇതൊക്കെ അണികളുടെ മുമ്പിൽ നെളിയാൻ വേണ്ടി പറയാന്നല്ലാതെ ഇതിനൊക്കെ വല്ല വാസ്തവമുണ്ടോ? ആദർശത്തിന്റെ പേരിൽ അന്ന് എന്നെ പിന്തുണച്ചവർ ഇന്നും ആദർശത്തിന്റെ പേരിൽ എന്റെ കൂടെയുണ്ട്. പക്ഷെ സംഘടനാ താല്പര്യത്തിന് വേണ്ടി പിന്തുണച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ അവരുടെ സംഘടനയുമായി ഞാൻ പിണങ്ങിയപ്പോൾ അവർ മറുചേരിയിലായി, സംഘടനാ ചേരിയിലായി. പക്ഷെ അവർക്കും അറിയാം അന്ന് ഞാൻ പറഞ്ഞിരുന്ന വിഷയങ്ങളിൽ നിന്ന് എനിക്ക് ഇന്നും ഒരു മാറ്റവും ഇല്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവരുടെ സംഘടനയിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് അവർ എനിക്ക് എതിര് നിൽക്കുന്നു, ആളുകൾക്കിടയിൽ എതിർ പ്രചാരണം നടത്തുന്നു എന്ന് മാത്രം. പിന്നെ
ഒന്നോ രണ്ടോ മനോരോഗി എന്ന പദപ്രയോഗം ശരിക്കും ഫിറ്റാവുക KNM-ലാണ്. ഞാൻ ചോദിക്കട്ടെ, KNM-ൽ ജിന്നുവാദവും പറഞ്ഞ് നടക്കുന്ന ഈ വിഷയം സമർത്ഥിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആരുള്ളപ്പോ മൂവർ സംഘം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അനസും അനീഫി അനീഫ് കായക്കൊടി, പിന്നെ അതിലേക്കൊരു മടവൂരിച്ചാരൻ നാസർ സുല്ലമി കൂടി. ഈ നാലാളല്ലാതെ വേറെ ആളുണ്ട്. ഇപ്പൊ 400 സംഘമായിരുന്നു മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അത് ശരിക്ക് 4 മനോരോഗികൾ എന്നത് നിങ്ങൾക്കാണ് യോജിക്കുക എന്ന് എനിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. പിന്നെ ഇവര് എന്ത് ദേവത്വ പ്രവർത്തനം അവിടെ നടത്തിയത്? KNM-ന്റെയും KJU-വിന്റെയും സംഘടനാ സംവിധാനം ഉപയോഗിച്ചുള്ള കള്ളപ്രചരണമല്ലേ ഇവർ നടത്തിയത്? അല്ലേ? ഒരു വിഭാഗം ആളുകൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ നമ്മൾ വെല്ലുവിളിച്ച് ചോദിച്ചു, നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. ന്യായമായ ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ഒരുത്തനപ്പുറത്തുണ്ടെങ്കിൽ എന്ന് നമ്മൾ വെല്ലുവിളിച്ചില്ലേ? ഏപ്പിന്റെ നാട്ടിൽ പോയി ടീപ്പിന്റെ നാട്ടിൽ പോയി ഞാൻ വെല്ലുവിളിച്ചില്ലേ? നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ? അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇനിയും വീണ്ടും ചികഞ്ഞ് പുറത്തെടുക്കേണ്ടതില്ല. അതൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് വീണ്ടും അത് ചർച്ചയാക്കേണ്ടി വരും എന്ന് മാത്രമേ അനീഫ് കായക്കൊടിയോട് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, KJU-വിന്റെ പേരിൽ മൂവർ സംഘം ഇറക്കിയൊരു പുസ്തകം ഉണ്ടല്ലോ, ജിന്നിപ്പിച്ചാജ് റുക്കേശറയ്യ GPR. അതിനെ കുറിച്ച് ഞങ്ങൾ തന്ന കത്തുകൾ ആദ്യം 38 പേർ ഒപ്പിട്ടൊരു കത്ത് 17/7/2012 തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് 65 KJU മെമ്പർമാർ ഒപ്പിട്ട കത്ത് 30/11/2012 നൽകി. ആദ്യത്തെ കത്ത് എന്നപ്പോൾ അടുത്ത് തന്നെ വിളിക്കുങ്ങളെ ചർച്ച ചെയ്യുന്നു പറഞ്ഞു. പിന്നത്തെ കത്ത് വന്നപ്പോഴും പലരോടും പറഞ്ഞു ചർച്ച ചെയ്യും. ഇന്ന് വരെ നിങ്ങൾക്ക് ആ ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? റുഖ്യ ശർഈയ വിഷയത്തിലും ഇസ്തിആറത്തും ബിൽ ജില്ലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? സൗദി ഉലമാക്കളെ മുമ്പിൽ ഇരിക്കാമെന്ന് ഈദാനോട് നിങ്ങൾ സമ്മതിച്ചതല്ലേ? അതുപോലെ തന്നെ TP-യും സലഫിയൊക്കെ ഇവിടെ വന്നപ്പോ അതുണ്ടായോ? അപ്പൊ അതൊന്നും ചെയ്യാതെ ഇനിയും ഇതൊക്കെ ചർച്ചയാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞങ്ങൾ കൊടുത്ത കത്ത് നിങ്ങൾക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇറക്കിയ എന്റെ ജിന്ന് സിഹർ റുഖ്യ ശർഈയ എന്ന പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. എത്ര ചോദ്യങ്ങൾ ഞങ്ങൾ അതിൽ ചോദിച്ചു. നിങ്ങളുടെ വങ്കത്വങ്ങൾ എത്രയെണ്ണം ഞങ്ങൾ അതിൽ വെളിപ്പെടുത്തി. അതൊക്കെ പൊതുജനങ്ങൾ അറിഞ്ഞതല്ലേ? ജനങ്ങളുടെ മുമ്പിൽ അതിനൊക്കെ നിങ്ങൾ മറുപടി പറയാം. അതൊന്നും മറുപടി പറയാതെ നമ്മൾ പ്രവർത്തിച്ചത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിരാശരായ നിങ്ങൾ അണികളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് പറ്റുമെന്ന് മാത്രം ചെകുത്താൻ പോലും മൂർച്ചിരിക്കുന്നുണ്ടാവും നിങ്ങളെ ഈ വാക്ക് കേൾക്കുമ്പോ. ആ പാവം മനസ്സിനെ കൊണ്ട് ആ ജാമ്യയിൽ നടത്തിയ കുമ്പസാരം, അത്തൂബു ഇലല്ലോ അസ്തഗ്ഫിറുല്ലാ, ഞാനോ അനീഫ് കായക്കൊടിയോ അബ്ദുറഹ്മാൻ സലഫിയോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് അല്ലേ? മറ്റുള്ളവരുടെ കുമ്പസാരം എന്ന് പറയാൻ കാരണം മൂന്നാമത് ഒരാൾ ഏറ്റെടുത്തുകൊണ്ട് പറയാ. എത്ര നാണം കെട്ട പരിപാടിയായിരുന്നത്! ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അത്ര നാണം കെട്ട പരിപാടി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ നിങ്ങൾ നടത്തിയ പരിപാടികൾ അല്ലേ? പിന്നെ അടിച്ചേൽപ്പിച്ച ശിർക്കാരോപണ വിശദീകരണ സമ്മേളനങ്ങൾ, ഇതൊക്കെ എന്തിനാ ഇനിയും പറയിപ്പിക്കുന്നത്? എടോ, ഇഫ്തുർ റഹ്മാന്റെ തെറിപ്രസംഗം ഫോർവേഡ് ചെയ്യേണ്ട ഗതികേടിൽ നിങ്ങൾ എത്തിയില്ലേ? അല്ലെങ്കിൽ ഇഫ്തുർ റഹ്മാൻ പറഞ്ഞ് ഉദ്ധരിച്ചുകൊണ്ട് എനിക്കെതിരിൽ സംസാരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നില്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ഇഫ്തുർ റഹ്മാൻ ആകട്ടെ ഡോക്ടർ സുബൈർ ആകട്ടെ അവരൊക്കെ ഈ വിഷയത്തിൽ നടത്തുന്ന പ്രസംഗങ്ങൾ അന്ന് കേട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം ഈ വിഷയം നമുക്ക് പുതുമയുള്ളൊരു വിഷയമായിരുന്നു. ആദർശ വിശദീകരണം നടക്കുന്ന കാലത്ത് ഇയാൾ ജിദ്ദയിൽ ഫോൺ ചെയ്തത് ഒരാൾ എനിക്ക് കേൾപ്പിച്ചു തന്നിരുന്നു. സലഫിയെ തുറക്കെ പറയാൻ സക്കരിയ സലാഹി തയ്യാറുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടുണ്ട്. നമ്മൾ അന്നും ആ സപ്പോർട്ട് തേടി പോയിട്ടില്ല, ഇന്നും ആ സപ്പോർട്ട് തേടി പോകുന്നില്ല. വിഷയങ്ങളിൽ പലപ്പോഴും പലരുമായി നമുക്ക് യോജിപ്പുണ്ടാകാറുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തരംതാഴ്ന്ന വർത്തമാനങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ പറയുന്നത് വീണ്ടും അനാവശ്യമായ ചർച്ചകളിലേക്ക് സംഗതികൾ പോകാൻ ഇടവരും. നിങ്ങൾ നിങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് എന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്തത് പറയേണ്ടതില്ല. KJU കളിച്ച കളിയും KNM കളിച്ച കളിയും ഒരു മതസംഘടനയിൽ നടക്കാൻ പാടില്ലാത്ത ഒട്ടനവധി ഗൂഢാലോചനകൾ നടത്തിയ ആളുകളുണ്ട്. ചിലരൊക്കെ മരിച്ചുപോയി, മനസ്സിലായില്ലേ? AP മരിച്ചു, ഐതിഹ്യങ്ങൾ മരിച്ചു, അഹമ്മദ് മദനി മരിച്ചു അല്ലേ? അവരൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ പങ്കാളികളായവരാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. അതൊന്നും വീണ്ടും ചകഞ്ഞ് പരിശോധിക്കാൻ നിങ്ങൾ മെനക്കെടരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അനീഫ് കായക്കൊടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും മൂപ്പര് സംഘടനയിൽ ഉണ്ടായിട്ടില്ല. മൂപ്പരൊന്നും പുറത്ത് നിൽക്കുള്ളൂ. പിന്നെ മൂപ്പരെന്താ വെച്ചാൽ NDF പോയ കാലത്ത് NDF പോയി എന്ന് ആരോപണം ഉണ്ടായപ്പോ വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെ നിൽക്കൽ തന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇടവും ബലവും നോക്കാതെ ഇതൊക്കെ ന്യായീകരിച്ച് നടക്കുകയാണ്. അതൊന്നും എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വാട്സപ്പ് ലേഖനം എഴുതിയ സഹോദരനോടും
നമ്മുടെ അനീഫ് കായക്കൊടിയോടും ഇസ്മർ റഹ്മാന്റെ പ്രസംഗം ഫോർവേഡ് ചെയ്യുന്നത്, അത് KNM മാത്രമല്ല, ചില ദേവക്കാരും ഇയാളെ പ്രസംഗം ഇയാൾക്ക് പ്രസംഗിക്കാൻ വാട്സപ്പിൽ സൗകര്യം ചെയ്ത് കൊടുക്കും, ഇയാളെ പ്രോത്സാഹിപ്പിക്കുക വെച്ചിട്ടുണ്ട്. അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾ ആരെയും കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ അത് മനസ്സിലായത് തുറന്നു പറയാൻ സമ്മതിക്കാത്തത് കൊണ്ട് അത് സമ്മതിക്കുന്ന ഒരു നിലപാടിലാണ് ഇപ്പൊ ഞാനുള്ളത്. എനിക്ക് സ്വതന്ത്രമായി പഠിക്കാനും അത് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യവുമായി ഞാൻ മുന്നോട്ട് പോകും. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തെറ്റു പറ്റിയവർ അത് തിരുത്തി, അത് നമ്മളൊക്കെ ഏതൊരു ഏതൊരു തൗഹീദിന് വേണ്ടിയാണോ കൂടെ നിന്നിരുന്നത്, ആ തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും ശക്തമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോയാൽ വീണ്ടും വീണ്ടും വഷളാകും. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങൾ സംഘടനക്കാർക്കാണ് പലതും നഷ്ടപ്പെടാനുള്ളത്. അതുകൊണ്ട് അതൊന്നും ചർച്ചയാക്കുന്നത് ഗുണകരമാവില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദിന്റെ മാർഗത്തിൽ മുന്നേറുന്ന ആളുകളെ യോജിപ്പിക്കുകയും അല്ലാത്ത കുത്തിത്തിരിപ്പുകാരെ അള്ളാഹു മാറ്റി നിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.